ദൈവത്തിന്റെ കൃപയാ. എന്നാൽ ഈ ദുരുപദേശങ്ങൾ പല വിധത്തിൽ വരുന്നില്ലേ? ദുരുപദേശങ്ങൾ വരത്തക്കവണ്ണം സാത്താൻ സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മളെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സഭ ലോകത്തിലേക്ക് പോവുക. വചനത്തിൽ കർത്താവ് ചെയ്തിട്ടില്ലാത്തത്, ശിഷ്യന്മാര് ചെയ്തിട്ടില്ലാത്തത്, വചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പം പലരും പല വിധത്തിൽ അതിശയിക്കല്ലേ. ഞാനൊരു ദൈവദാസന്റെ പ്രസംഗം കേട്ടു. നോക്കിക്കുക, തട്ടിപ്പ് നോക്കിക്കോണം. ദുരുപദേശവും തട്ടിപ്പും ഒന്നിച്ച. ഒരു മീറ്റിംഗിൽ ഒരു ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, KL ഇത്രാം നമ്പർ ഇന്ന കാറിൽ വന്നിരിക്കുന്ന കുരുവിള തോമസ് കഴുക്ക വീട്ടിൽ ഇന്നയാൾ. ആള് ഞെട്ടിപ്പോയി. പുള്ളിയുടെ കാറിന്റെ നമ്പരും പുള്ളിയുടെ പേരും വീട്ടുപേരും അഡ്രസ്സും കൂടെ പറയാന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഞെട്ടായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മളൊരു വലിയ മീറ്റിങ്ങിൽ 10,000-6,000 പേരുള്ളൊരു മീറ്റിങ്ങിൽ പോയിരിക്കുക. അന്നേരം നമ്മുടെ കാറിന്റെ നമ്പരും നമ്മുടെ അഡ്രസ്സും എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ഞെട്ടാത്തത്? സംഭവം എന്നതാ? അതാത് ഡിസ്ട്രിക്റ്റിന് RTOമാർക്ക് വെബ്സൈറ്റ് ഉണ്ട്. അതിലോട്ട് കയറ്റി കാറിന്റെ നമ്പർ അടിച്ചു കൊടുത്താൽ മതി, അഡ്രസ് ഇങ്ങനെ കിട്ടും. തട്ടിപ്പ് കണ്ടോ? ഈ നമ്മുടെ ആളുകൾ ഇതിനകത്ത് കയറി വശീകരിക്കപ്പെടുക. അതുപോലെ തന്നെ ഈടെ ഞാൻ കണ്ടൊരു അതിന്റെ ടെക്നിക്കാ, നിന്റെ വീടിന്റെ വലത്തുവശം മുഴുവൻ റബ്ബർ തോട്ടമല്ലേ? അവൻ ഞെട്ടിപ്പോയി. റോഡിൽ നിന്ന് 3ാമത്തെ വീടല്ലേ നിന്റെ വീട്? അവൻ അതിനേക്കാൾ ഞെട്ടി. സംഭവം എന്നതാ? ഗൂഗിൾ മാപ്പ് ഇട്ടാൽ മതി, എല്ലാം കിട്ടും. ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിക്കേ, ബാബുറാറിന്റെ വീട്ടിലോട്ടുള്ള വഴി, ആ വളവും എല്ലാം കാണിച്ചു തരും. താഴത്തെ കലിങ്ക് വരെ കാണിച്ചു തരും. അപ്പൊ നിന്റെ വീടിന്റെ താഴോട്ട് പോകുന്നത് ഒരു കലിങ്കില്ലെന്ന് ചോദിച്ചാലോ? ഇങ്ങനത്തെ വെട്ടിപ്പും തട്ടിപ്പും അന്ത്യകാലത്ത് ശരിക്ക് നടത്തുന്നില്ലേ? പത്രോസിന്റെ 2ാം ലേഖനത്തിലെ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു, നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും, അവർ ദ്രവ്യാഗ്രഹത്താൽ നിങ്ങളെ വാണിഭമാക്കും. സഭയെ അന്ത്യകാലത്ത് നേരിടുന്ന പ്രശ്നം അല്ലാതെ ഗ്രൂപ്പിസൊന്നുമല്ല. അത് കളിക്കുന്നവർ കളിക്കുന്നേ ഉള്ളൂ. നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ഒന്നാമത്തെ കാര്യം ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. 2ാമത്തെ കാര്യം ദുരുപദേശം. 3ാമത്തെ കാര്യമാണ് ഈ തട്ടിപ്പ്. ഇതിനകത്ത് നമ്മൾ ഇടയാകരുത്. 4ാമത്തെ ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളെല്ലാം ഉണ്ടെന്ന് പറയുകയും ചെയ്യും, നമുക്ക് വിശ്വാസവും ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിൽ വിശ്വാസം എന്തുകൊണ്ട് കുറയുന്നു? ദൈവമക്കൾ ശ്രദ്ധിക്കണം. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ ജീവിക്കുന്നെന്ന് പൗലോസ്ലീഹ പറഞ്ഞെങ്കിൽ, ഇന്ന് നമുക്ക് കാണാപ്പാടവാ 2 കൊരിന്ത്യർ 5:7. നമ്മളുടെ വിശ്വാസത്തിന്റെ കട്ടിയെ കുറയ്ക്കുന്നതാകരുത് നമ്മളുടെ സൗകര്യങ്ങൾ. നമുക്ക് ഒത്തിരി സൗകര്യങ്ങളും അനുകൂലതകളും ഉണ്ട്. അതൊന്നും നമ്മുടെ വിശ്വാസത്തെ കുറയ്ക്കരുത്. എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും, എത്ര പണം കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും, ദൈവകൃപയിലൊന്നും നടക്കത്തില്ല. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ സാത്താൻ ലോകത്തിലെ നമ്മുടെ സമ്പന്നതയോ അല്ലെങ്കിൽ നമ്മുടെ സാധ്യതയോ നമ്മുടെ അറിവോ ആത്മീയത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം പറഞ്ഞത്, ഞാൻ എൻ്റെ അമ്മയുടെ പടുക്കൽ പാൽകൂടി മാറിയ ഒരു പൈതൽ പോലെ ഞാൻ ഇരിക്കുന്നു. ക്രൈസ്തവ സഭ യുഗാന്തരം നേടുന്ന പീഡനമല്ല വിഷയം. പീഡനം ഞാൻ പറഞ്ഞല്ലോ, അന്നു മുതൽ പീഡനമാ. സഭയെ ആരംഭിച്ചപ്പം പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ അശേഷ നീ പ്രസംഗിക്കരുത് എന്നാ പറഞ്ഞത്. അവര് പറഞ്ഞു, ദൈവത്തെക്കാൾ നിങ്ങളെ അനുസരിക്കേണ്ട കാര്യമില്ല. അന്ന് മുതൽ പീഡനമുണ്ട്. ഇന്ന് വടക്കേണ്ടിയിലുണ്ട്, ജമ്മുവിലുണ്ട്, നമ്മുടെ പാസ്റ്ററെ അടിച്ചു, UP അറസ്റ്റ്, ഇതൊക്കെ ലോകത്തിൽ മുഴുവനുണ്ട്. അന്ത്യനാൾ വരെ ഉണ്ട് ഒരു വശത്ത്. എന്നാൽ നമ്മളെ പിടിപ്പിക്കാൻ സാത്താൻ ശ്രമിക്കുന്നത്, 1, നമ്മളെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു, 2, തട്ടിപ്പിനും വെട്ടിപ്പിനും നമ്മൾ ഇടയായാൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. ഇത്രയും വചനം പഠിച്ച് നമ്മൾ ആവശ്യമില്ലാത്തടത്ത് പോകരുത്. ദൈവമക്കൾ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരുപാട് വരും. അങ്ങനെ പോകാനുള്ളവർ ആർക്കെങ്കിലും സാധ്യതയുണ്ട്, ദൈവം നിങ്ങൾ പോകരുത്. ഞാൻ നിങ്ങളെ ഉപദേശിക്കുക, ഇത് കളിപ്പീരാ. ആവശ്യമില്ലാതെ പണം പിരിക്കുന്നത് മുഴുവൻ വെട്ടിപ്പാ. പണം നമുക്ക് ആവശ്യമാ എന്നും പറഞ്ഞ് ആവശ്യമില്ലാതെ പണം പിരിക്കുന്നതിന്റെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ ആ പരിപാടി? 1000 ഇങ്ങോട്ട് കൊണ്ടുപോവാ, 1 ലക്ഷമായിട്ട് പോയി. തന്നെ ലോട്ടറി കച്ചവടമാണോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇത് ലോട്ടറി കച്ചവടമാണോ? അല്ല. അപ്പൊ ഇതെന്തിനാ? നമ്മളെ കളിപ്പിക്കുക. അതോടൊപ്പമാണ് നമ്മളെ വിശ്വാസത്തിൽ ക്ഷീണിപ്പിക്കുക. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമുക്ക് എന്തെല്ലാം കഴിവുണ്ടെങ്കിലും
വിശ്വാസമില്ല എങ്കിൽ നമുക്ക് നടക്കത്തില്ല. നമ്മൾ എത്രയോ പ്രസംഗങ്ങൾ കേൾക്കുന്ന പ്രാക്ടിക്കൽ ഫെയ്ത്ത് ഉണ്ടോ? നമുക്ക് തിയറിറ്റിക്കൽ ഫെയ്ത്തേ ഉള്ളൂ. ആവശ്യങ്ങൾ വരികയില്ലേ? രോഗങ്ങൾ വരുന്നില്ലേ? ഞെരുക്കങ്ങളും പ്രയാസങ്ങളും വരുന്നില്ലേ? പക്ഷെ നമ്മുടെ വിശ്വാസത്തെ ഹനിക്കാൻ നമ്മുടെ കഴിവോ നമ്മുടെ പണമോ ഒരിക്കലും തടസ്സമാകരുത്. എനിക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ മിടുക്കനാ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദൈവകൃപ പ്രവർത്തിക്കത്തില്ല. അന്ത്യകാലത്ത് സഭ നേരിടുന്ന പ്രശ്നം, സാക്ഷ്യമില്ലാത്തവരുടെ കേട്ട് നമ്മൾ ബേജാറാകേണ്ട കാര്യമില്ല. സാക്ഷ്യമില്ലാത്തവർ അവരുടെ വഴിക്ക് പൊക്കോളും, കർത്താവ് അതായിട്ട് തീർക്കും. നമ്മുടെ വിഷയം ഇത് ശ്രദ്ധ പിടിച്ചു മാറ്റുക. ഈ ഓരോ രാജ്യത്തിലും കാണാമല്ലോ. എന്തിനാ? ഈ രാജ്യത്തിലെ ആഭ്യന്തര വിഷയം വർദ്ധിക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു മാറ്റാനാണ് മിക്കവാറും യുദ്ധം. അതൊരു ടെക്നോളജിയാ. രാജ്യത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ ഒരു യുദ്ധം അങ്ങ് ഡിക്ലെയർ ചെയ്തേക്കാൻ ജനം അങ്ങോട്ട് പൊക്കോളും. ഇതുപോലെയാണ് നമ്മുടെ ശ്രദ്ധ പിടിച്ചു മാറ്റാൻ കർത്താവിന്റെ വരവെടുത്തു, സഭ എടുക്കപ്പെടാൻ പോവുക. അപ്പോൾ ഭൗമികമായി നമ്മളെ ഒന്നാമത് കാണിക്കും, ലോകത്തിന്റെ മനോഹരത ഒന്ന് കാണിക്കും. രണ്ടാമത് ദുരുപദേശം വരും. മൂന്നാം നമ്മളെ വെട്ടിപ്പിക്കാൻ നോക്കും. നാളെ നമ്മളെ വിശ്വാസത്തിൽ ക്ഷണിപ്പിക്കാൻ നോക്കും. അഞ്ചാമത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ വിശുദ്ധിയുടെ ക്ലാരിറ്റി കുറയാൻ പാടില്ല. അത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റാ. നമ്മുടെ വിശുദ്ധിയുടെ ക്ലാരിറ്റി കുറയുന്ന ഒരു മേഖലയിലും നമ്മൾ നിൽക്കാൻ പാടില്ല. വിശുദ്ധിയുടെ ക്ലാരിറ്റി കുറയുന്ന ഒരു കൂട്ടുകെട്ടും നമുക്ക് വേണ്ടെന്ന് വെക്കണം. അത് ഓരോ ദൈവമക്കളും ദൈവദാസന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവദാസന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയനെ വെട്ടു ആടുകൾ ചെതറുന്ന സെക്രിയാപ്രതി പറയുന്നത്. അപ്പം ആദ്യമേ ദൈവദാസന്മാരായി ഞങ്ങൾക്കിട്ടാവൻ നോക്കുന്നത്. ഒരു സഭ നടത്തുന്ന ദൈവദാസന്റെ വിശുദ്ധി ഒരു അല്പം കുറഞ്ഞ ആ സഭ പോയി. സഭ നടത്തുന്ന നിങ്ങളുടെ മുമ്പിൽ എത്രത്തോളം ഞാൻ കെയർഫുൾ ആയിരിക്കണം. നിങ്ങളെല്ലാം എന്നെ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ ജീവിതത്തിലും വിശ്വാസത്തോടൊപ്പം നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് വിശുദ്ധി. അതാണ് ഈ ലോകം നമ്മളെ പതുക്കെ അട്രാക്റ്റ് ആക്കും. അത് ഒരു പരിധി വരെ നമ്മൾ ലോകത്തിൽ ജീവിച്ചേ തീരൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് വാഹനം വേണം, നമുക്ക് നല്ല വീട് വേണം, നമുക്ക് ബാങ്കിൽ കാശ് വേണം. ഇല്ല, പഴയ കാലം പോലെ അല്ല, പൈസ ഇല്ല ജീവിക്കാനൊക്കത്തില്ല. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെങ്കിൽ ഇതിൻ്റെ എല്ലാം മേളിലായിരിക്കണം കർത്താവിൻ്റെ വരവേ. ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു, കർത്താവിൻ്റെ തലമുറയിൽ വരും. ഈ ചിന്ത നമ്മൾ കുറഞ്ഞാൽ നമ്മൾ ലോകത്തിൽ വീണു. അപ്പൊ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാകുന്ന പൗലോസ് പറഞ്ഞ ആ പോയിന്റ് ആയിരിക്കണം നമുക്ക്. അതായത് ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ പർദീസയിൽ, ഞാൻ ജീവിച്ചാൽ ഞാൻ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടും. ഇതിനിടയ്ക്ക് നമുക്ക് അധ്വാനിക്കാം, ജോലി ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. അടുത്തത് ഞാൻ 3 കാര്യമാണ് പറയാൻ പോകുന്നത്. യുഗാന്ത്യത്തിലെ സഭയുടെ പ്രശ്നം: 1, പ്രധാനപ്പെട്ട കാര്യം സഭയെ ലോകത്തിലേക്ക് കൊണ്ടുപോവുക. 2, ദുരുപദേശം. 3, ഈ കള്ളപ്രവാചകന്മാർ വന്ന് നിങ്ങളെ വാണിഭമാക്കിയാൽ അതിന് കണക്ക് പറഞ്ഞേ തരൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ആവശ്യമില്ലാത്തവർക്ക് കൊടുത്തിട്ട് അവനവന്റെ സഭയിലും ദൈവദാസന്മാർക്കും കൊടുക്കേണ്ടത് ഈ തട്ടിപ്പുകാർ കൊടുത്തിരുന്ന അനുഗ്രഹവും കിട്ടത്തില്ല. തമ്പുരാൻ കുഴപ്പമുണ്ടാക്കത്തേ ഉള്ളൂ. അവനവന്റെ സഭ നടത്തുന്ന ദൈവദാസന്മാർക്കും സഭയ്ക്കും കൊടുക്കാതെ ഈ വരുന്ന ആളുകളെ കളിപ്പുകാർക്ക് കൊടുക്കാൻ പാടില്ല. 3ാമത്തെ കാര്യം വിശുദ്ധി, വിശ്വാസം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടവ, സ്വർഗത്തിൽ പോയാൽ നമ്മൾ ആരാധിക്കാനുള്ളവരാ. ആരാധനയ്ക്കകത്ത് മായം കലർത്താൻ അനുവദിക്കാൻ പാടില്ല. ആരാധന എന്ന് പറയുന്നത് ശബ്ദം ഉണ്ടാതിരിക്കുന്നതോ അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ അന്തരാത്മാവ് ആരാധിക്കുമ്പോൾ എത്രത്തോളം ദൈവത്തോട് ബന്ധപ്പെടുന്നുണ്ട്. ആരാധനയുടെ ഇമ്പോർട്ടൻസ് നമ്മിൽ കുറയുന്നുണ്ടോ? വളരെ ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ 4 കാര്യങ്ങൾക്ക് ആരാധന മുടക്കാം. ശരീരത്തിന് രോഗമായിട്ട് നമുക്ക് വീട്ടിൽ ഇരിക്കാം, ഒരു കുഴപ്പമില്ല. രോഗം പിടിച്ച് വീട്ടിൽ ആരാധനയ്ക്ക് വന്ന് വിശുദ്ധ വിമനം കൊടുത്ത് എല്ലാവർക്കും കൂടെ പനി കൊടുക്കരുത്. 2, അന്ന് ഡ്യൂട്ടിയോ ജോലിയോ ഉണ്ട്, ഓഫീസിലാ, അല്ലെ നേഴ്സാ, പോലീസിലാ, അന്ന് ഡ്യൂട്ടിയാ, ഒരു കുഴപ്പമില്ല. അന്നാണ് യാത്രയ്ക്ക് കിട്ടിയെങ്കിൽ, ടിക്കറ്റ് കിട്ടുന്ന അന്നാണെങ്കിൽ നമുക്ക് പോകാതിരിക്കാനൊക്കത്തില്ല. ഇന്നത്തെ കാലം അതാ. 4, കുടുംബത്തിലൊരു മരണം നടന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് പോയിരിക്കണം. ഇതൊഴിച്ച് ഈ ആരാധന എന്ന് പറയുന്നത്, ഹന്നായൊക്കെ എത്ര മൈലാ നടന്നു പോയത് ആരാധനയ്ക്ക്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ.
ആ സഹോദരി എത്ര മൈൽ നടന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടാവോ? ദേവാലയത്തിൽ ചെന്നിട്ടോ ആരാധിച്ചപ്പം പുരോഹിതൻ പറഞ്ഞ് വെള്ളം അടിച്ചെന്നാ. ആ വ്യഗ്രത നമുക്ക് ആരാധനയ്ക്കില്ല എങ്കിൽ, നമ്മളെ ആരാധന എന്ന് പറയുന്നത്, നമ്മൾ ഒരു കാര്യം ദൈവമക്കളെ ദയവായിട്ട് മനസ്സിലാക്കണം, നമുക്ക് വിചാരിച്ചാൽ നമുക്ക് ടൈം അറേഞ്ച്മെന്റ് ചെയ്യാം. എയർപോർട്ടിൽ പോണേ നമ്മൾ കറക്റ്റിന് പോകും, ജോലിക്ക് പോണേ പോകും, കോളേജിൽ പോണേ പോകും, സ്കൂളിൽ പോണേ പോകും, എന്തിന് ലൂലു മാർക്കറ്റിൽ ശകല സാധനം റിഡക്ഷൻ സെയിലുണ്ട് വെളുപ്പിനെ പോവും. ആരാധനയ്ക്കോ? ഒന്ന് ചിന്തിച്ചു നോക്കുകയെ. നമ്മളെ സാത്താൻ ലോകത്തിലേക്ക് കൊണ്ടുവന്നുണ്ടോ? ആരാധനയ്ക്ക് നമ്മൾ 9:30 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, നമ്മുടെ ആ ഉദ്ദേശ ശുദ്ധിയെ കർത്താവ് നോക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. നമ്മൾ ഒച്ച ഉണ്ടാക്കുക, അതൊക്കെ അവനവന്റെ പേഴ്സണൽ ആയിട്ടുള്ള ബന്ധമാണ്. എന്നാൽ നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് ശനിയാഴ്ച തന്നെ നമുക്കൊരു ഒരു ഒരുക്കം വരണം. ഞായറാഴ്ചത്തേക്ക് നമ്മൾ നാളെ രാവിലെ ആരാധനയ്ക്ക് പോകാനുള്ളവരാണ്. ആ പ്രിപ്പറേഷനെയാണ് ദൈവം മാനിക്കുന്നത്. നമ്മുടെ വിശ്വാസം, വിശുദ്ധി, ആരാധന, ഫെയ്ത്ത്, ഹോളിനെസ്, വർഷിപ്പ്, വേൾഡ്, ഫോൾസ് ഡോക്ട്രിൻ, ഈ 5 കാര്യങ്ങളിലാണ് അന്ത്യകാലത്ത് സഭ നേരിടുന്ന പ്രശ്നം. അല്ല, പീഡനമല്ല. 5 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത്. 1, സഭയെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് ശ്രമിക്കുന്നു. 2, ദുരുപദേശങ്ങളുടെ കൂമ്പാരവ. നമുക്കെല്ലാം വചനം അറിയാവുന്നവരെ എന്തിനാ ഭയപ്പെടുന്നത്? എന്തെല്ലാം കാര്യങ്ങളാ കേൾക്കുന്നത്. വലിയ അറിവുണ്ടെന്ന് പറഞ്ഞ ഒരു വലിയ വ്യക്തിയുടെ പ്രസംഗിക്കുന്നത് കേട്ടു. ഇംഗ്ലണ്ടിലെ രാജാവ് രാത്രി 11 മണിയാകുമ്പോൾ ഓന്താവുമെന്ന്. ഈ ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ പുറകെ പോകുന്നവരില്ലേ? ഇന്നത്തെ ഈ 21ാം നൂറ്റാണ്ടിലാന്ന് ഓർത്തോണം ഇങ്ങനത്തെ ഈ അബദ്ധ പ്രസംഗങ്ങളൊക്കെ. ഞാൻ ആരെയും വിമർശിക്കുകയല്ല. ഇതൊക്കെ ഇതിന്റെയൊക്കെ പുറകെ നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ ദൈവമക്കളെ നിങ്ങളും നോക്കി, നമ്മൾ എത്ര സമ്പന്നരാ. നമ്മുടെ സഭകളിൽ എത്ര ദൈവദാസന്മാർ, എത്ര സഹോദരന്മാർ, എത്ര സഹോദരിമാർ, ഇത്രയും മനോഹരമായി വചനം പഠിപ്പിക്കുന്ന നമുക്ക് അഭിമാനത്തോടെ പറയുന്നത് എവിടെയുണ്ടോ? അതിട്ട ചോദ്യത്തിന്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ? നമ്മൾ വചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്, വിശുദ്ധിയിൽ ഒട്ടും കുറയരുത്, ആരാധനയിൽ ഒട്ടും പുറകോട്ട് പോകരുത്. അപ്പോൾ തന്നെ പ്രധാനമാണ്, തട്ടിപ്പിനും വെട്ടിപ്പിനും നമ്മൾ ഇടയാകരുത്. ലോകത്തിലേക്ക് നമ്മളെ വലിച്ചഴയ്ക്കുന്ന അവന്റെ ഒരു വലിയ ടെക്നോളജി, അതിന്റെ ഏറ്റവും നല്ലൊരു വാക്യമാണ് ഞാൻ പറഞ്ഞത്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. അവനവന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒറ്റ ഉത്തരമുണ്ട് അതിനകത്ത്. അതായത് എൻ്റെ പ്രായം, എൻ്റെ സ്ഥാനം, എൻ്റെ സാമ്പത്തികം, എൻ്റെ നില, അത് വിട്ടൊരു കളിക്ക് ഞാൻ പോയാൽ ലോകത്തിലാ. നമ്മൾ ലോകത്തിലായി കഴിഞ്ഞാൽ ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചു. നമ്മളെ പകയ്ക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അന്ത്യകാലത്ത് നമ്മൾ വളരെ ഗൗരവത്തിൽ നിൽക്കണം. ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകരുതേ, ദുരുപദേശത്തിൽ ചാടരുതേ, തട്ടിപ്പിനും വെട്ടിപ്പിനും ഇടയാകരുതേ, വിശ്വാസത്തിൽ ഒട്ടും കുറയരുതേ, വിശുദ്ധിയിൽ ഒട്ടും കുറയരുതേ, ആരാധന ശക്തിപ്പെടാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലമുറയിൽ നമ്മൾ എടുക്കപ്പെടും. ആ ബലത്തോടെ പോകാം. ഇത്രത്തോളം കർത്താവ് അനുഗ്രഹിച്ച് നിങ്ങളെല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.